എൻ്റെ മക്കൾ, ഇത് അത്ര നിസ്സാരമല്ല കേട്ടോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ. കാര്യം ഇതിൻ്റെ മോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് നിത്യതയല്ലേ. നിത്യതയായത് കാരണം നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പം കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിദ്യാഭ്യാസം സമർപ്പിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 Corinthians 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇതാണ് പ്രോബ്ലം. അതായത് നമ്മളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ദൈവം അവൻ്റെ ജീവൻ ചുരിഞ്ഞ് സഹനത്തിലൂടെ വിലക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളും ദൈവത്തെ വിലക്ക് വാങ്ങേണ്ടി വരും. അതാണ് പ്രശ്നം. സൗജന്യമല്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ആങ്ങളെ ഈ സമയത്ത് തന്നെ വന്നത്? പേയ്മെന്റ് സീറ്റാണത്. 1 Corinthians 7:23. 1 Corinthians 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. 1 Corinthians 7:23. അതായത് നമ്മളെ ദൈവം അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്ക് കിട്ടണതിന് പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്. ഇപ്പം ആങ്ങളെ വന്നപ്പോൾ ആങ്ങളയോടാണ് ആ സ്നേഹം. പള്ളിയിൽ പോണ അതാ ആങ്ങളുടെ കൂടെ നിന്ന് അവന് പ്രശ്നം കൊടുക്കണ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ പെങ്ങളെന്താ സംഭവിച്ചിരിക്കുന്നത്? പെങ്ങൾ പള്ളി നാളെ പോകാൻ സെക്കൻഡ് ഓപ്ഷൻ വെച്ച് കർത്താവിന് സെക്കൻഡ് ഓപ്ഷൻ ആക്കിയിട്ട് ആങ്ങളയെ ഒന്നാമത്തെ ഓപ്ഷനാക്കിയെടുത്ത്. അതാണ് വിഷയം. ഒന്നാമത്തെ ഓപ്ഷനാക്കി. ഇതോടുകൂടി നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നിൻ്റെ കപ്പാസിറ്റി പോയി. വി ആർ ടോക്കിംഗ് അബൌട്ട് ക്ലെയിം ആൻഡ് കപ്പാസിറ്റി. ഉടമ്പടി കവനൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കപ്പാസിറ്റി ഉണ്ടാക്കുന്നതാണ്. ഈ കപ്പാസിറ്റിയാണ് നമ്മുടെ ക്ലെയിമിൻ്റെ ആധാരം. അതെപ്പോഴും ഉണ്ടാക്കണം. അത് നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വളരാൻ ഇല്ലാതെ ഈ കപ്പ കഞ്ഞി IELTS അതുപോലെ തന്നെയുള്ള ജോലി അതുപോലെ തന്നെയുള്ള വിടുവെപ്പൊക്കെ മാത്രമാണെങ്കിൽ സെമിത്തേരി വരെ മാത്രമേ ഈ സംഭവം വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. നിത്യതയാണ് ഉടമ്പടിയിലെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ നോക്കണം. കപ്പാസിറ്റി എന്താണ്? അത് നമ്മൾ ദൈവവുമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ വിലക്ക്, ഇപ്പോൾ 1 Corinthians 7:23 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ഞാൻ നിന്നെ വാങ്ങിയാണ് പേയ്മെൻറ്റ് കൊടുത്താണ്, എൻ്റെ ബ്ലഡ് കൊടുത്താണ് നിന്നെ വിലക്ക് വാങ്ങിയിരിക്കണത് എന്നാണ് ഈശോ പറയണത്. അപ്പം നമ്മളെ വിലക്ക് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭാഗത്ത് നമ്മളും അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്.
പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെയെല്ലാം കൊടുക്കാൻ പറ്റും ദൈവത്തിൻ്റെ അതാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയണത്. നമുക്ക് വിശ്വാസം നമ്മുടെ പേയ്മെൻ്റാണ്. പ്രത്യാശ ഇപ്പം അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, ആരാണ് ഞങ്ങൾ നടപടി 26:7 എന്താണ്? ഞങ്ങൾ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ രാവും പകലും ആരാധനയെ ചെലവഴിച്ച് പേയ്മെൻ്റാണത്. അത് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിനെന്ത് വേണം? അവർക്ക് പ്രത്യാശ വേണം. രാവും പകലും ആരാധന ചെലവഴിക്കണമെങ്കിൽ വിശ്വാസം വേണം. പിന്നെ എന്ത് വേണം? കാര്യം എന്താ പറയുക, ഞങ്ങൾ രാവും വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പറഞ്ഞത് രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പൊ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അവരെന്താ ചെയ്തത്? യഹൂദ ജനത രാവും പകലും ആരാധന നടത്തി. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസമുണ്ട്. പിന്നെ എന്താണ്? പ്രത്യാശ. പിന്നെ ദീർഘക്ഷമയുണ്ട്. ചില കാര്യങ്ങൾക്ക് ഇത്തിരി താമസിക്കും, ദീർഘക്ഷമ. അത് ഉടമ്പടിയിൽ ആ വിഷയം അധികം വരണില്ല. പക്ഷേ എങ്കിലും ഹെവി ഡ്യൂട്ടി ചില വിഷയങ്ങൾ നിത്യത ആണ് നിയോഗമായിട്ട് വരുന്ന ചില വിഷയങ്ങളുണ്ട്. നിത്യത നിയോഗമായിട്ട് വരുന്ന വിഷയങ്ങൾ. ഇപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ 14 കൊല്ലം എൻ്റെ അമ്മായിയമ്മയെ അവിടെ കിടക്കയിൽ ശരീരം അഴുകാതെ അവരെ സംരക്ഷിച്ചു. എൻ്റെ അനിയത്തിയുടെ മനസ്സമ്മതത്തിന് പോലും ഞാൻ പോയിട്ടില്ല. 14 കൊല്ലം ഈ അമ്മായിയമ്മ തളർന്നു പോയ ആളാണ്, പ്രഷർ ഇടിച്ച്. അവിടെ മുതുക് വ്രണപ്പെടാതിരിക്കാൻ വേണ്ടി, അഴുകാതിരിക്കാൻ വേണ്ടി ഈ മരുമകൾ സ്വന്തം മകളെക്കാൾ നല്ലവണ്ണം അവരെ നോക്കുകയാണ്. അതാണ് അവിടെ കപ്പാസിറ്റി. എന്താ കാര്യം? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുള്ള വചനം കർത്താവിൻ്റെ സ്നേഹത്തെപ്പെടുത്തി കിടന്നുപോയാരാ തളർന്നുപോയ ആൾക്കാർ നമ്മൾ ചെന്നാൽ മാത്രമേ അവരൊന്നും മറിച്ചിടാനോ തിരിച്ചിടാനോ പറ്റത്തുള്ളൂ. അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ എന്നാ പറ്റണതാണത്? കർത്താവിനെ തന്നെയാണ് ആ ശുശ്രൂഷ പോണത്. ഇതാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഉടമ്പടി നിങ്ങളെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളോട് പറയും, രോഗികളെ കാണുക, അവരെ കുളിപ്പിക്കുക, നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമെന്ന് പറയുമ്പോൾ ഇനി അത് ചെയ്യണമില്ല ഇത് ചെയ്യണമില്ല എന്ന് പറഞ്ഞാൽ മോന്തയും കയറ്റി അളിഞ്ഞ മോന്തയുമായിട്ട് ചില പെരിച്ചാഴികൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അവരൊരു കാലത്ത് ഗുണം പിടിക്കത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിന് വേണ്ടി വന്നതല്ല, അവരുടെ വയറ്റുപൂർണ്ണത്തിന് വേണ്ടി വന്ന് വെറുതെ കൃപാസനത്തിൻ്റെ സമയം കളയണതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അവരെ കൊണ്ടൊരു പ്രയോജനമില്ല. കാര്യം എന്താണ്? ദൈവം ചില കാര്യങ്ങൾക്ക് അവർക്ക് കപ്പാസിറ്റി ഇല്ല. ഇത്തിരി ഹെവി ഇവർ രോഗിയായ കുടുംബത്തിൽ തന്നെ ഉണ്ട് രോഗികൾ കുളിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളവർ. ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ, അനിയൻ്റെ ഭാര്യയാണ്, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അപ്പം അതുങ്ങളെ ആ കാര്യമുള്ളത് കണ്ട് അപ്പന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ കുളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചേച്ചിമാരാരെങ്കിലും ചെറുത്തിമാരാരെങ്കിലും അല്ലെങ്കിൽ പെൺമക്കളാരെങ്കിലും ഒക്കെ ചെല്ലുകയാണെങ്കിൽ അവർ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളപ്പൻ പ്രായമായവർ അഴുകി മെഴുകിയൊക്കെ കിടക്കുന്നവരെ നിങ്ങളെ കുളിപ്പിക്കണം. അതെന്താണ്? അത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ്. കപ്പാസിറ്റി വർദ്ധിച്ചാൽ ദൈവദൃശ്യ കപ്പാസിറ്റി വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ക്ലെയിം ഉണ്ടാവും. ക്ലെയിം കർത്താവിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നില്ല, അതല്ലേ ഇപ്പോൾ അയാൾ പറയണത് 3:6 പറയണില്ലേ, അല്ലേ? നടപടി പുസ്തകം പറയുമ്പോൾ ഉടൻ തന്നെ കാണുമ്പോൾ എന്താ കപ്പാസിറ്റിയെക്കുറിച്ചാണ് പറയണത്? എനിക്ക് പൊന്നും വെള്ളിയോ ഒന്നുമില്ല, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. നടപടി 3:6 അല്ലേ? അതെ. നടപടി 3:6 ഒന്ന് പറഞ്ഞേ. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പൊ തന്റെ കപ്പാസിറ്റിയാണ് 10 ദിവസം പറഞ്ഞത്. വെള്ളിയും സ്വർണമൊന്നും ഇല്ല, പണിക്ക് പോയിട്ട് വർഷങ്ങളും മാസങ്ങളൊക്കെയായി, സാമ്പത്തികമായ വലിയ ഗതിയൊന്നും ഇല്ല. പക്ഷെ അതൊന്നും ആ മനുഷ്യൻ്റെ ആന്തരികമായ മനസ്സിനെ ഒന്നും ബാധിക്കണില്ല. ഇപ്പം നമുക്ക് സാമ്പത്തികം, ഇപ്പം നാളത്തെ ആഹാരത്തിന് നമുക്ക് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിത്തൂങ്ങാൻ കയറെടുക്കത്തില്ലേ? അത് കഴിഞ്ഞാൽ നമ്മളുടെ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ കർത്താവ് അയാൾ പറയുന്നത് എന്താണ്?
എനിക്ക് പൊന്നും വെള്ളിയും ഇല്ല. ഞാൻ അതിന് മോന്തയും കയറ്റി നിലയും വിളിച്ച് നാട്ടുകാരുടെ തെറി ദൈവത്തിൽ തെറി പറഞ്ഞ് നാട്ടുകാരെയും കുടുംബക്കാരുടെ തെറിയും പറഞ്ഞ് നടക്കണില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് 10 മണിയാകുമ്പോൾ പെണ്ണുമ്പിള്ള കിടത്തേക്കരുത്, നിൻ്റെ ശ്രീധം കൊണ്ടുവന്നിട്ടില്ല, നിനക്ക് തന്നില്ല, നിൻ്റെ ആങ്ങളെന്നെ പറ്റിച്ച്, നിൻ്റെ അപ്പനെ പറ്റിച്ച് എന്ന് പറഞ്ഞ് പുള്ളി 2 വാട്ടിച്ചടിച്ചുകൊണ്ട് വെറുതെ ഇരുന്നതിന് പഞ്ചാംഗം വായിക്കണം കാണാൻ വീട്ടിലിരുന്നുണ്ട്. ഇങ്ങനെയുള്ള തല്ലിക്കൊല്ലണം ശരിക്കും പറഞ്ഞാൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവനിലേക്ക് ദൈവമില്ല, ദൈവത്തിലല്ല ആശ്രയിക്കേണ്ടത്. പെണ്ണുമ്പിള്ളയുടെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് പഴയ അപ്പൻ രോഗിയായത് കൊണ്ടാണ് അവർ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇടും മനുഷ്യ അപ്പൻ തന്നേനെ, അപ്പൻ്റെ കിടപ്പായി പോയില്ലേ, ഇപ്പോൾ അവിടുത്തെ കൈകാര്യങ്ങളൊക്കെ മാറിപ്പോയി. എത്ര പ്രാവശ്യം ഇതൊക്കെ ഇയാൾക്ക് അറിയാം. ഇയാൾ വാട്ടിസ് അടിച്ച് കഴിയുമ്പോൾ അതിന് ഇവൾ കഴുത്തേക്കാറായിരിക്കാൻ വേണ്ടി ജാമ്യം എടുക്കണതാണ് ഇവളുടെ ശ്രീധനം പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരികിട പരിപാടികളും കർത്താവിന് നിൻ്റെ ഹൃദയം അറിയാം. മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവം ഹൃദയം അറിയുന്നു. അപ്പോൾ ദൈവത്തെ മറന്ന് നീ ഒരു ഡയലോഗിനും പോരുത്. എന്താ, നിൻ്റെ കപ്പാസിറ്റി പോകും. നീ കാര്യം വെച്ചാൽ നമ്മൾ വിത്തിനിട്ടിരിക്കുന്ന നെല്ലില്ലേ, അതെടുത്ത് നമ്മൾ കുത്തി കഞ്ഞി വെച്ചാലുള്ള അവസ്ഥ എന്താ? എന്നുവെച്ചാൽ ഇതുപോലെയാണ് ചില ആൾക്കാർക്ക് സംഭവിക്കണത്. എന്ന് വെച്ചാൽ നമ്മൾ വിത്തിന് ഇട്ടിരിക്കണ നെല്ല്, ഇപ്പം നെല്ലും എൻ്റെ ഒരു കാലം പോയി, ഇപ്പം തഴവില്ല. എല്ലാം ആൾക്കാർ റിസോർട്ടുകാർ കൊണ്ടുപോയി അവർ പത്താഴമൊക്കെ ഉണ്ടാക്കി സായിപ്പന്മാർക്ക് കഞ്ഞിയും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ നാട്ടിലുള്ള എല്ലാ പത്താഴം പോയില്ല, കുടുംബങ്ങളെല്ലാം പോയില്ലേ, എല്ലാം പൊളിച്ച് വിറ്റവരുണ്ട്. അല്ലാത്തവർ റിയൽ എസ്റ്റേറ്റുകാരല്ലാത്തവരൊക്കെ പത്താഴം വലിയ വിലക്ക് മേടിച്ചു കൊണ്ടുപോയി റിസോർട്ടിൽ ഭംഗിയായിട്ട് പഴയ ഒരു ആൻറ്റിക്വിറ്റി പോലെ സൂക്ഷിക്കുന്നുണ്ട്. എന്തും ആയിക്കോട്ടെ. പക്ഷേ പണ്ടത്തെ ഒരു വർത്തമാനമാണ് എന്താണ്, അതായത് ഈ വിത്തിനിട്ടിരിക്കുന്ന നെല്ലെടുത്തിട്ട് ആൾക്കാർ കഞ്ഞി കുത്തി കുടിക്കും, കഞ്ഞി വെച്ച് കഴിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നീ ഇതുപോലെയുള്ള ഡയലോഗ് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൃപ നിനക്കുണ്ടെങ്കിൽ അതുകൂടി പോയി കിട്ടും. മനസ്സിലായില്ലേ? നീ കുഞ്ഞുനാളിലല്ലാത്ത എന്ത് നല്ല നന്മ പ്രവർത്തികളൊക്കെ ഒത്തിരി ചെയ്ത് കാണുമല്ലോ. ഒരു മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല നല്ല പ്രവർത്തികളും ചെയ്ത് കാണും. പക്ഷെ ദൈവത്തിനെ മറന്നിതുപോലെ നീ വെള്ളമടിച്ചതിൻ്റെ പേരിൽ ഭാര്യ നിൻ്റെ മേക്കെട്ട് കയറാതിരിക്കാൻ വേണ്ടി അത് ഈ മൂടുപടമായിട്ടും നിൻ്റെ വീട്ടിൽ നിന്ന് തളർന്ന് കിടക്കുന്ന അപ്പൻ ശ്രീധരൻ തന്നില്ലെന്ന് പറഞ്ഞ് നീ ഇവിടെ പെയ്ത് പെറുക്കിയ എന്താ സംഭവിക്കാൻ പോണത്? നീ വിത്തിനിട്ടിരിക്കുന്ന നെല്ല്, നിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇരിപ്പ് ദ്രവ്യം, അതായത് നിൻ്റെ ഇരിപ്പ് ദ്രവ്യമില്ലേ, അത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും, മണ്ടത്തരവാണ്. പക്ഷേ ഇത് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവ് ഉണ്ടാകണ്ടേ? പരിശുദ്ധാത്മാവിന് വീട്ടിൽ നിർത്തിയിട്ട് വേണ്ട പരിശുദ്ധാത്മാവ് ഉണ്ടാകാൻ. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ്. ആത്മാവ് പറയട്ടെ, മകനെ ഇപ്പോഴും സംസാരിക്കരുത്, ഇതൊന്നും വിഷയമല്ല, അപ്പൻ തളർന്ന് കിടക്കുകയാണ്, അപ്പനെ കൊണ്ടല്ലല്ലോ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. സത്യമില്ലേ? അത് ആരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പനെയും അമ്മനെയും കണ്ടുകൊണ്ടല്ല, സഹോദരങ്ങളെ കണ്ടുകൊണ്ടുമല്ല. എന്താണ്? ദൈവത്തെ ഒരാളെ കണ്ടുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? അപ്പനെന്ന പിതാവ്, ഈ ഭൂമിയിൽ ആരെങ്കിലും അപ്പാ ഇപ്പാന്ന് വിളിക്കേണ്ട കാര്യമില്ല, നിൻ്റെ അപ്പൻ ഞാനാണ്. 10:23 വചനമില്ലേ? അല്ല, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:23 എന്താ പറയണത്? നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പിതാവിൻ്റെ സ്ഥാനമെന്ന് പറയണത് എന്താണ്? അവൻ നിത്യനായ പിതാവ്. 9:54 വായിക്കുക, ഐസയ 9:54 എന്താ പറയണത്? അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു, ദൈവമാണ് പിതാവെന്ന്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ എന്താ പറ്റണത്? നിൻ്റെ പിതാവിൽ നിന്ന് നിനക്ക് ഓഹരി കുറഞ്ഞു പോയാൽ, നിൻ്റെ അമ്മായിയപ്പൻ നിനക്ക് ഓഹരി കുറഞ്ഞു പോയാൽ അത് പിതാവായ ദൈവം നിന്നെ റെക്ടിഫൈ ചെയ്യും. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ലെന്ന് പറഞ്ഞതാരാണ്? എല്ലാ കുറവുള്ളൊരു മനുഷ്യനാണത് പറഞ്ഞത്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? എടാ, ദാവീദ് പറഞ്ഞാണ്. എപ്പോഴാണ് പറഞ്ഞത്? അതായത് എല്ലാ കുറവും ഉണ്ടെന്ന് ഉള്ളൊരു മനുഷ്യനാണ്. കാര്യം എന്താണ്? സാമുവേൽ അഭിഷേക തൈലമായിട്ട് വരുമ്പോൾ ജെസ്സെ ഓരോ മക്കളെ പിടിച്ച് നിർത്തുമ്പോഴേ അവനല്ലെന്ന് ആത്മാവ് സാമുവേൽ പ്രവാചകനോട് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിനക്ക് ഇത്രയും മക്കളുള്ളത് ചോദിക്കാൻ പറഞ്ഞു, ഒരുത്തരുണ്ട്, അവൻ എപ്പോഴും പാട്ടും കൂത്തുമായിട്ട് നടക്കുകയാണ്, അവനെക്കൊണ്ടൊരു കഥയുമില്ല, ഞങ്ങൾ ആടനെ മേയ്ക്കാൻ പറഞ്ഞ് വിട്ടിരിക്കുക. വിളി അവനെന്ന് പറയും. അവൻ വരുമ്പോൾ ആത്മാവ് പറയും, ഇവനാണ് അവൻ. ആരാണ്? അവൻ്റെ തലയിലിട്ട് അഭിഷേക തൈലം ഒഴിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് അമ്മ വിളിച്ചതാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. അങ്ങനെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ അമ്മ മാതാവ് എന്നുള്ള പേരിൽ തുടങ്ങി.
ഇപ്പോഴും അതിൽ വീഡിയോസ് ഇടാനുണ്ട്. ഒത്തിരി പേര് മാതാവിനെ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. മാതാവിന് നന്ദി. അത് കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് പനി വന്നു. എന്ത് പനിയാണെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. നല്ല തലവേദന, നടുവേദന, എണീക്കാൻ പറ്റില്ല. ഒരാളുടെ സഹായം ആവശ്യമായിട്ട് വന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലായി. അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഛർദിയുണ്ട്. ഞാൻ ബൈബിളിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും. ചേട്ടൻ്റെ നെറ്റിയാണെന്ന് കരുതി ഞാൻ തൈലം പുരട്ടും. എന്നിട്ടൊന്നും കുറവില്ല. ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം, ഡെങ്കു ഫീവറാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനായി. ഒരാളുടെ സഹായം ഇല്ലാണ്ട് അവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞു. അന്നേരം കമ്പനി തന്നെ ടിക്കറ്റ് എടുത്ത് ചേട്ടനെ നാട്ടിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പ്രൈവറ്റുള്ള ആശുപത്രിയിൽ കണ്ടു. ഡോക്ടർ ഞാൻ തൈലം കൊടുക്കണ്ടായിരുന്നു. എൻ്റെ കഴുത്തിൽ ഇവിടുത്തെ കാശ് രൂപം, വെഞ്ചിരിച്ച കാശ് രൂപം കിടക്കണ്ടായി. ആ കൊന്ത ഞാൻ ചേട്ടന് ഊരി കഴുത്തിലിട്ട് കൊടുത്തു. പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ 3 ദിവസം കൊണ്ട്, അത് 3-ാമത്തെ ദിവസം, അതായത് ചൊവ്വാഴ്ച, ഞാൻ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കൂടി ചേട്ടൻ്റെ റിസൾട്ട് വന്നു. പ്ലേറ്റ്ലെറ്റ് കൂടി, നിങ്ങൾക്ക് വീട്ടിൽ പോവാം. 3 ദിവസം എനിക്ക് ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വന്നുള്ളൂ. എൻ്റെ കുർബാനയോ പ്രാർത്ഥനയോ ആ ദിവസങ്ങളിലേക്ക് മുടങ്ങിയിട്ടില്ല. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അങ്ങനെ ചേട്ടൻ്റെ അസുഖം മാറി. ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു. ഡെങ്കുവിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നെങ്കിലും ഞങ്ങൾക്ക് ചേട്ടന് ഓൺലൈനായിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ചേട്ടൻ്റെ പേരിൽ ഉടമ്പടി എടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. സാക്ഷ്യം പറയുന്നുള്ള ആ തോന്നലും വരുന്നുണ്ട്. ഈ ബൈബിൾ വചനവും വരുന്നുണ്ട്. ഈ വചനം വായിച്ചു നോക്കിയപ്പോൾ സാക്ഷ്യം പറയാൻ തന്നെ എന്നോട് പറഞ്ഞേ. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഭർത്താവിന് പറഞ്ഞപ്പോൾ പിള്ളേരെയും കൊണ്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ അവർക്ക് വിശക്കണു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാക്ഷ്യം പറയാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇതിന് മുൻപ് ഒരു അത്ഭുതം കൂടിയുണ്ട്. ഞങ്ങൾ 5-ാം തീയതി ആണ് വന്ന് ഉടമ്പടി എടുത്തത് ചേട്ടൻ്റെ പേരിൽ. അന്ന് വരുന്ന വഴിക്ക് എറണാകുളത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റി. അത് വഴി തെറ്റിന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ വഴി തെറ്റി അങ്ങോട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കെ ഞാൻ ആകാശത്ത് മാലാഖയുടെ രൂപം ഞാൻ കണ്ടു. വാള് കയ്യിലേന്തിയ മാലാഖയുടെ രൂപം മേഘത്തിൻ്റെ രൂപത്തിലാണ് ഞാൻ കണ്ടത്. ഞാൻ ചേട്ടനെ വിളിച്ച് ഞാനത് കാണിച്ചു കൊടുത്തു. വഴി തെറ്റിന്ന് പിന്നെ കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോകുന്ന വഴിയൊന്നുമല്ല കാണാറുള്ള ഞാൻ വരുമ്പോൾ കാണാറുള്ള ബിൽഡിങ്ങുകളൊന്നുമല്ല കാണണേ. ഞാൻ പറഞ്ഞു നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടെന്ന് തോന്നണേ. വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മാലാഖയുടെ രൂപം കണ്ടിട്ടില്ല. ഞങ്ങൾ ബോർഡ് നോക്കി, ആലപ്പുഴ ബോർഡ് നോക്കി കറക്റ്റായിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. അന്ന് എന്നോട് സാക്ഷ്യം പറയാനായിട്ട് മനസ്സിൽ തോന്നി. അന്ന് ഞാൻ സാക്ഷ്യം പറയാതെ തിരിച്ചു പോവാണ് ചെയ്തത്. ഉടമ്പടി എടുത്ത ഈ ഉടമ്പടി പത്രവും കാറിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചായിരുന്നു. പക്ഷേ കാറിൽ നിന്ന് വീട്ടിൽ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഉടമ്പടി പത്രവും തൈലവും എടുക്കാൻ മറന്നുപോയി. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് ഓർത്തിട്ടില്ല. ഞാൻ കിടക്കാനായിട്ട് പ്രാർത്ഥനയെല്ലാം ചൊല്ലി കിടന്നു. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. 3 വർഷമായിട്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഈ 2 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല യൂറിൻ ഇൻഫെക്ഷൻ. പക്ഷേ ഞാൻ അന്ന് ഉടമ്പടി ചേട്ടനെടുത്ത് അന്ന് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നു. ഞാൻ എന്തുകൊണ്ടാണിത് വന്നത്, എനിക്ക് മാതാവ് മാറ്റി തന്നതെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു അസുഖമാണത്. അത് എനിക്ക് പിന്നെയും വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിക്കും, കൊന്ത ചെല്ലും, വിശ്വാസ പ്രമാണം ചെല്ലും. പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല ഇത് പിന്നെയും വന്നത്. എന്നിട്ട് ഞാൻ ബൈബിളെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ അതിൽ യാക്കോബ് വന്ന ഉടമ്പടി എടുത്തു. അത് ഉടമ്പടി നിന്ദിച്ചു എന്നൊരു വാക്ക്, അത് ബൈബിൾ വചനം ഞാൻ ഓർക്കണില്ല എത്രയാണെന്ന്. പക്ഷെ നിന്ദിച്ചു എന്നൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് നിന്ദിച്ചത് എന്താണെന്ന് ഞാനങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചു.
അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കാറിൽ വെച്ച് ഉടമ്പടി പത്രവും തൈലവും എടുത്തിട്ടില്ല എന്ന്. അത് അപ്പം തന്നെ ചേട്ടൻ ഉറങ്ങായിരുന്നു. ഞാൻ വിളിച്ചെനിപ്പിച്ച് ഞാൻ പോയി തൈലും പത്രവും എടുത്തുകൊണ്ട് വന്ന് മാതാവ് രൂപം വെച്ചുകൊടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ചേട്ടനെ കൊണ്ട് തന്നെ വിശ്വാസ പ്രമാണം ചെല്ലിച്ച് എൻ്റെ നെറ്റിയിൽ തേച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയത്. അതൊരു വലിയ അത്ഭുതമായിട്ട് മാതാവ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കണു. ഇത് വരെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ കുമാരനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ഇപ്പോഴും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് യൂട്യൂബിൽ ഇങ്ങനെ മാതാവിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രം കൊണ്ടു കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഞങ്ങളുടെ അവിടെ കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടെ ഒരു അമ്മ മഠമുണ്ട്. മഠത്തിൽ പ്രായമായ അമ്മച്ചിമാർ അപ്പച്ചന്മാരാണ് ഉള്ളത്. അവർക്ക് വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും 4 മണിക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആര് വന്ന് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാലും ഞങ്ങൾ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇതിനെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് റിറ്റി തോമസ്. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിൽ നിന്നാണ്. ഞാനിവിടെ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ മമ്മി എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പേടി കാരണം എനിക്ക് ഒരു റൂമിൽ തന്നെ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ആ ഒരു മമ്മി എനിക്ക് വേണ്ടി സാക്ഷ്യം എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുവാണ്, നീ വന്ന് ഉടമ്പടി എടുക്ക്, അങ്ങനെ തോന്നിക്കോ. കുറേ വട്ടം തോന്നിച്ചു. അങ്ങനെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ പേടി ഉണ്ടായിട്ടില്ല. ആ പേടി പൂർണ്ണമായിട്ടും അമ്മ മാതാവും ഈശോയും മാറ്റി തന്നു. അതുപോലെ എക്സാം ഉണ്ടായിരുന്നു എനിക്ക്. BSc നഴ്സിംഗ് ആണ് ഞാൻ. അപ്പോൾ എക്സാമിന് വന്നിട്ട് എല്ലാ വിഷയവും ഞാൻ തോറ്റു പോകുമായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പം തൈലവും കാശുരൂപവും തന്നിരുന്നു. ആ കാശുരൂപവും തൈലവും പിടിച്ചുകൊണ്ട് ഞാൻ പോയി എക്സാം എഴുതി. ആ എക്സാമിൽ അമ്മ മാതാവ് എൻ്റെ കൂടെ വന്നു. അതിന് ഒരു കാരണം എന്ന് വെച്ചാൽ അമ്മ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ച് എഴുതിയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം സ്പീഡ് എനിക്ക് എക്സാമിനായാലും ഒന്നിനും എനിക്ക് സ്പീഡ് ഇല്ലാത്ത ഒരാളാണ്. അതുപോലെ നല്ല ഹാൻഡ് റൈറ്റിങ് അതും എനിക്കില്ലാത്ത ഒരാളാണ്. ഇത് രണ്ടും അമ്മ മാതാവ് എഴുതിയതാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ മമ്മിക്ക് നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു നേരത്തെ. ആ നെഞ്ചിന് വേദന വന്നപ്പോൾ ഞാൻ മമ്മിക്ക് തൈലം തേച്ച് കൊടുത്തു. തേച്ച് കഴിഞ്ഞ് മമ്മിക്ക് പിന്നെ ആ വേദന വന്നിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവായിരുന്നു റിസൾട്ട്. പിന്നെ എൻ്റെ ഇവിടെ കഴുത്തിൻ്റെ അവിടെ എനിക്കൊരു തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് വന്നിട്ട് മാറ്റി അമ്മ മാതാവും ഈശോയും മാറ്റി. പിന്നെ ആത്മീയ ജീവിതത്തിൽ വളർച്ച എന്ന് വെച്ചാൽ എനിക്ക് ബൈബിൾ ഞാൻ അരമണിക്കൂർ വായിക്കും. എങ്കിലും അതിൽ കൂടുതൽ എനിക്ക് വായിക്കാൻ ഈശോയും അമ്മ മാതാവും എന്നെ സഹായിക്കുന്നുണ്ട്. ഇപ്പം കാരുണ്യ പ്രവർത്തനമായിട്ട് ഇവിടുന്ന് ലഭിക്കുന്ന കൃപാസനം പത്രം ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കാനും അതുപോലെ ആൾക്കാർക്ക് പൈസ ഇല്ലാത്തവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഈശോ അമ്മ മാതാവ് എന്നെ കൂടുതൽ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് അമ്മ മാതാവിന് 1000 നന്ദി. യേശു എൻ്റെ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും, എൻ്റെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിൽ നിന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ. എൻ്റെ പേര് ബിനു സാബു. ഞാൻ ന്യൂഡൽഹിയിൽ നിന്ന് വരുന്നു. എനിക്ക് തന്ന അനുഗ്രഹ സാക്ഷ്യത്തെ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 50 വർഷമായിട്ട് 50 വയസ്സായി എനിക്ക്. ഞാൻ 50 നോയമ്പ് മൊത്തവും നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2022
ഡിസംബർ 27 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. 2023 മാർച്ച് മാസത്തിലെ നൊയമ്പ് മൊത്തവും നോക്കാനും എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും യേശുവിൽ ഒത്തിരി അടുക്കുവാനും എനിക്ക് തന്നതിനായി നന്ദിയോട് ഞാൻ പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, എൻ്റെ മോള് UK പോയി ഈ ഉടമ്പടിയിൽ വെച്ചാണ് എൻ്റെ മോള് UK പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് 28 വർഷമായിട്ട് വീടില്ലായിരുന്നു. വീടിന് വസ്തു ഉണ്ടായിരുന്ന അതിൽ വഴിയില്ലായിരുന്നു. എനിക്ക് വഴിയോടുകൂടെയുള്ള വസ്തു, ഒരു പൈസ പോലും ഇല്ലാതെ വസ്തു എൻ്റെ പപ്പ തരികയും ആ വീട് 1 വർഷം ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. 2022 മാർച്ച് മാസത്തിലാണ് അതിന് തറക്കല്ലിടുകയും 2023 ഏപ്രിൽ മാസം ആയപ്പോഴത്തേന് ആ വീട് മൊത്തം പൂർത്തീകരിക്കുകയും ചെയ്തു. ഞാൻ മെയ് 9 ഡൽഹിയിൽ നിന്ന് വരുന്നത്. എൻ്റെ കൃപാസനം അമ്മയുടെ വന്നു. ആ വീടിനെ പറ്റിയുള്ള സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോയി വീട് പോലും കയറി കാണത്തുള്ളൂ. ഞാൻ 9 വന്നു. 10 ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ അമ്മയുടെ വന്നു എൻ്റെ വീട് തന്ന് സാക്ഷി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പോയി ആ വീട് കയറി കാണത്തുള്ളൂ. 19 എൻ്റെ വീടിൻ്റെ പാല് കാച്ചു. പിന്നെ എനിക്ക് തന്ന അനുഗ്രഹം, എൻ്റെ കൈ രണ്ട് കൈ നിറച്ച് ചൊറിച്ചിലായിരുന്നു. അങ്ങ് ചെതുമ്പൽ പോലും ഇങ്ങനെ വരുമായിരുന്നു. ഇതെനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പിട്ട് കിട്ടിയ വചന ശുശ്രൂഷയിൽ കിട്ടി അച്ഛൻ പറഞ്ഞു തരുന്ന കാര്യമാണ്. എൻ്റെ 2 കൈ നിറച്ച് ഇങ്ങനെ ചെതുമ്പൽ ഇങ്ങനെ പോയി ആരൊക്കെ കാണിക്കാൻ പോലും ഒക്കത്തില്ലായിരുന്നു. ഉടമ്പടി യൂട്യൂബിൽ വചനപ്രഘോഷണത്തിൽ അച്ഛൻ രോഗസൗഖ്യത്തിൽ പറഞ്ഞു, ഒരു മകളുടെ കൈ 2